വംശപരിയന്മാരെ സമുദായത്തിൽ ഉള്ളവർ തന്നെ പഞ്ഞിക്കിടുന്നു. ജ്ഞാനായ കത്തോലിക്ക സഭയിലെ വംശപരിയന്മാരായ മെത്രാന്മാരുടെ പിന്നാലെ പോകുന്ന അടിമവിശ്വാസികൾ ഇനിയെങ്കിലും തലച്ചോറ് കൊണ്ട് ചിന്തിച്ചു തുടങ്ങണം. ഇല്ലാത്ത വംശശുദ്ധിയുടെ പേരിൽ ഇവന്മാർ നിങ്ങളെ ഊഞ്ഞാലാക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വംശശുദ്ധിയുടെ പേരിൽ സ്വന്തം സമുദായാംഗങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കുകയും കല്യാണം മുടക്കുകയും അവരെ പിന്തുടർന്ന് വേട്ടയാടുകയും ചെയ്യുന്ന ഈ മെത്രാന്മാരോടും സമുദായ പ്രമാണിമാരോടും ചോദിക്കുവാനുള്ളത് ഇതാണ്. ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടിൽ ജ്ഞായിത്തോമയുടെ നേതൃത്വത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തിലെ ജ്ഞായി എന്ന സ്ഥലത്തു നിന്നും കേരളത്തിലേക്ക് കുടിയേറിപ്പാർത്ത ക്രൈസ്തവ കുടുംബങ്ങളിലെ പിന്മുറക്കാരാണ് ജ്ഞാനായക്കാർ എന്ന് അവകാശപ്പെടുന്നവർ. വംശശുദ്ധി അവകാശപ്പെടുന്ന മാർത്തോമൻ നസ്രാണികൾ എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ സ്വതന്ത്രമായി നിൽക്കാതെ എന്തിനാണ് വംശശുദ്ധിയില്ലാത്ത സാർവത്രിക കത്തോലിക്ക സഭയുടെ കീഴിൽ നിൽക്കുന്നത്? വംശശുദ്ധിയില്ലാത്ത രക്തശുദ്ധിയില്ലാത്ത മാർപ്പാപ്പയുടെ കയ്യിൽ നിന്ന് പട്ടം മേടിക്കുവാൻ നിങ്ങളുടെ മെത്രാന് നാണമില്ലേ? വംശശുദ്ധിയില്ലാത്ത രക്തശുദ്ധിയില്ലാത്ത പോപ്പിന്റെ കയ്യിൽ നിന്ന് പട്ടം മേടിക്കുന്നവന് വംശശുദ്ധിയെക്കുറിച്ച് പറയുവാൻ അവകാശമുണ്ടോ? നിങ്ങളുടെ പിതാവായ ജ്ഞായിത്തൊമ്മനെ ഇതുവരെ അംഗീകരിക്കാത്ത കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയുടെ കയ്യിൽ നിന്നും പട്ടത്വം സ്വീകരിച്ച് അവരുടെ ഒരു രൂപതയായി നിൽക്കുവാൻ നാണമില്ലേ? വംശശുദ്ധിയുള്ള അപ്പനായ ജ്ഞായിത്തൊമ്മനെ എടുത്ത് ആറ്റിൽ കളഞ്ഞ് പോപ്പിനെ അപ്പനായി സ്വീകരിക്കുന്നവർ എന്ത് വംശശുദ്ധിയെപ്പറ്റിയാണ് സംസാരിക്കുന്നത്? ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വംശപറി കാണിക്കുന്നവർ കത്തോലിക്ക സഭയുടെ ഒരു രൂപതയായി നിന്നാണ് ഈ വംശപറി കാണിക്കുന്നത് എന്ന്. പോപ്പിന്റെ കയ്യിൽ നിന്നും പട്ടത്വം മേടിക്കാം, എന്നാൽ കത്തോലിക്ക സഭയിൽ നിന്ന് വിവാഹം കഴിച്ചാൽ രക്തശുദ്ധി നഷ്ടപ്പെടും പോലും. ജസ്റ്റിൻ ജോൺ എന്ന ജ്ഞാനായ യുവാവ് കത്തോലിക്ക സഭയുടെ തലശ്ശേരി രൂപതയിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് ഭ്രഷ്ട് കൽപ്പിച്ച് കോടതിയിൽ വരെ അവർ വ്യഭിചാരം ചെയ്തു എന്നും പറഞ്ഞ് അഫിഡവിറ്റുമായി പോയ വംശപരിയന്മാരാണ് ഇവന്മാർ എന്ന് നിങ്ങൾ ഓർക്കണം. ഈ രക്തശുദ്ധിയുള്ളവന്റെ പള്ളിയിൽ വംശശുദ്ധിയില്ലാത്ത ഒരു സീറോ മലബാർ കത്തോലിക്ക പാതിരിയോ ബിഷപ്പോ വന്ന് കുർബാന കളിച്ചാൽ അതിന് ഇവർക്ക് കുഴപ്പമില്ല. ഇവർ ഭക്തിയോടെ നിന്ന് കാണും. ഉഴവൂർ ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ രക്തശുദ്ധിയില്ലാത്ത വംശശുദ്ധിയില്ലാത്ത കാപ്പിപ്പടിപ്പാതിരിയെ ധ്യാനം നയിക്കുവാൻ വിളിച്ച വാർത്ത കണ്ട് ജ്ഞാനായ കത്തോലിക്ക സഭയിലെ രക്തശുദ്ധിയുള്ളവനും എന്നാൽ ഇവന്മാരുടെ ഈ വംശവറി കണ്ട് ദൈവവിശ്വാസം തന്നെ നഷ്ടപ്പെട്ട ഇവന്മാർക്ക് ബോധം തെളിയുവാനുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുമായ വയനാട് സ്വദേശിയായ ജോൺ ജോസഫ് ആ പത്രവാർത്ത കണ്ട് കാപ്പിപ്പൊടി പാതിരിയെ വിളിച്ചത് കേൾക്കുക. പാതിരിക്ക് ഒരു മറുപടിയും പറയുവാനുണ്ടായിരുന്നില്ല. പാതിരിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർക്ക്, കുറച്ച് സെക്സും കുറച്ച് ജോക്സും സമം ചാലിച്ച് കീച്ചിയാൽ മുണ്ണക്കുഞ്ഞുങ്ങൾ വായും പൊളിച്ചിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. പോകാൻ നേരം നല്ല പന്നി കൂട്ടി ശാപ്പാടും കവറും കിട്ടും. ആനന്ദലബ്ധിക്ക് ഇതിൽ കൂടുതൽ എന്തു വേണം? ഇനി ജോൺ ജോസഫ് കാപ്പിപ്പൊടി പാതിരിയെ വിളിച്ചത് കേൾക്കുക. ഹലോ, ഞാനാ ജോബിയാ. എന്നാ കൊറേ ആയാലും കണ്ടിട്ട്. ഞാൻ ജോബിയാണ്, വയനാട്ടിൽ നിന്ന്. എന്നാ ഉണ്ട്? ഞാന് 2-ാം തീയതി വരുന്നുണ്ട്. 2-3 പെരിക്കല്ലൂർ. ക്രാനായ പള്ളിയിലാ? പെരിക്കല്ലൂർ ക്രാനായ പള്ളിയില് 2-3. അതിന്റെ പരസ്യം ഞാൻ കണ്ടായിരുന്നു. പിന്നെ 19, 20, 21, 22 ബത്തേരി അസംഷൻ പള്ളിയിലുണ്ട്. ഇപ്പൊ ഞാൻ വിളിച്ചത് ഇപ്പൊ ഉഴവൂർ പള്ളിയിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുവല്ലേ? അതെ, നടന്നുകൊണ്ടിരിക്കുക. ഈ നമ്മുടെ മൂലക്കാട്ട് മെത്രാന്റെ ഒക്കെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാവോ? അയാള് ചുമ്മാ കോടതിയിൽ, അയാള് പിതാവൊന്നും അയാൾ വിളിക്കാൻ പറ്റിയില്ലെന്നേ. അയാള് ചുമ്മാ കോടതിയിലും പോയി കള്ളത്തരവും പറഞ്ഞു, കൂതാശയം മുടക്കി, നുണയം പറഞ്ഞ് നടക്കുക. അല്ല, ഞാന്റെ വംശശുദ്ധി ഇല്ലാത്ത ഒരു പെണ്ണിനെ അവിടെ കെട്ടിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ജസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരാളുടെ കല്യാണം അവിടെ മുടക്കി. അപ്പൊ നിങ്ങൾക്ക് വംശശുദ്ധി ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഈ വംശശുദ്ധി ഇല്ലാത്ത നിങ്ങൾ എങ്ങനെയാ ഈ ഒറിജിനൽ യഹൂദന്റെ സിനോഗോഗിലൊക്കെ പോയിട്ട് ധ്യാനം നടത്തുന്നത്? അല്ല, അവര് ദൈവത്തിന്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ജനം. നിങ്ങളൊക്കെ മറ്റേ മാർഗം കൂടിയ മറ്റേ 2-ാം കിട എന്താ അങ്ങനെയൊക്കെയല്ലേ? 17 നിങ്ങൾക്ക് 72 പദവിയോ അല്ലെ 17 പരീക്ഷേന്റെ ഉടമയോ വല്ലതും ആണോ? ഈ തമ്പ്രാന്മാരുടെ ഇടയിൽ അടിമക്കുഞ്ഞിനെ പോലെ പോയിട്ട് ധ്യാനിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഇവര് മിനിമം കൂനാശിയെ വ്യഭിചരിച്ച് നടക്കുന്നവരല്ലേ? നമ്മൾ എവിടെയെങ്കിലും ഒരു സ്റ്റേജ് കിട്ടിയാലും വിളിച്ചാൽ അന്നേരം കയറി പോവാന്നുള്ളൂ. നിങ്ങൾ കപ്പുച്ചിങ്ങാരൊക്കെ കുറച്ചും കൂടെയൊക്കെ ഒരു
ഈ നിലവാരം കീപ്പ് ചെയ്യണ്ടേ? ഇവർ ഈ കോട്ടയം രൂപതയൊക്കെ ചെയ്യുന്ന വൃത്തികേട് എന്തുമാത്രം, വംശശുദ്ധി രക്തശുദ്ധി എന്നൊക്കെ പറഞ്ഞ എന്ത് വൃത്തികേടാ. നിങ്ങൾ മദ്യപാന ഭാവമാണ്, കുടുംബത്ത് ഭാര്യമാരും ഭർത്താക്കന്മാരും പരസ്പരം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നതിന് പകരം ഈ ഉഴുവൂരുപള്ളി പോയിട്ട് ധ്യാനിപ്പിക്കുന്ന സമയത്ത് വംശശുദ്ധി വെറും ഊളത്തരമാണ്, അത് ക്രിസ്ത്യാനിറ്റിക്ക് ചേർന്ന പണിയല്ല എന്ന് പറയാനുള്ള തന്റെ ഇടം ഉണ്ടോ? അത് മിണ്ടൂലല്ലോ. അത് മിണ്ടുവോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടുവോ? വംശശുദ്ധി ക്രിസ്ത്യാനിക്ക് ചേർന്ന പരിപാടിയല്ല. നമ്മളെല്ലാവരും കത്തോലിക്കരാണ്. ഒരാൾ മാമോദീസയിലൂടെയാണ് ക്രിസ്ത്യാനിയാവുന്നത്, അല്ലാണ്ട് ഒരാളും അല്ലാത്ത ഒരാളും ക്രിസ്ത്യാനി ആവുന്നില്ല. അപ്പോൾ ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്, അവിടെ വംശശുദ്ധി ഇല്ല എന്നൊരു വാക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടോ? മിനിമം ആ ജസ്റ്റിൻ എന്ന് പറഞ്ഞ ആ ചെറുക്കന്റെയും ആ ബിജിമോൾ തലശ്ശേരി രൂപതക്കാരി ആയതുകൊണ്ട് മാത്രം അവർ കല്യാണം മുടക്കി നടക്കുന്ന പാമ്പ്ലാനിന്റെ ഒത്താശയോട് കൂടി ആ കല്യാണം ഒന്ന് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് മൂലക്കാടിന് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാന്നും പറഞ്ഞിട്ടെങ്കിലും ഒരു പ്രാർത്ഥന നടത്തുവോടെ? ഹലോ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? സമയമായി. അല്ല, ഈ വംശപര്യന്മാർ വായിക്കേണ്ട വിശുദ്ധ വേദ പുസ്തകത്തിലെ ഒരു ഭാഗമുണ്ട്. ഇവന്മാർ ആ ഭാഗം വായിക്കില്ല, വായിപ്പിക്കില്ല. അപ്പോസ്തലനായ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഇത് പുതിയ നിയമത്തിലെ 9-ാമത്തെ പുസ്തകമാണ്. ഗലാത്യയിലെ ക്രിസ്തീയ സഭകൾക്ക് വേണ്ടിയാണ് ഇത് എഴുതപ്പെട്ടത്. ഗലാത്യർ 3-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. വിശ്വാസം വന്ന ശേഷം നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല. നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. ഈ 21-ാം നൂറ്റാണ്ടിലും ജീവിക്കുമ്പോഴും വായിച്ചാൽ മനസ്സിലാകുന്ന മലയാള ഭാഷയിൽ വിശുദ്ധ വേദപുസ്തകം തർജ്ജമ ചെയ്തിട്ടുള്ളപ്പോഴും വംശപറിയുടെ പേരിൽ വിശുദ്ധ വേദപുസ്തകം വായിക്കാതെ വംശശുദ്ധിയുടെ പേരിൽ ചുറ്റും ഇരുമ്പ് മതിൽ കെട്ടിൽ അതിൽ ജീവിക്കുന്ന ഇവന്മാർക്ക് എന്ന് ബോധമുണ്ടാകും എൻ്റെ കർത്താവേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.